എന്തായാലും കേക്ക് മുറിച്ച സമയത്ത് അവള് കാർത്തൂന്റെ തലയെ കൊണ്ടുവന്ന് ബോംബിടഞ്ഞത് ഭാഗ്യം. മഞ്ജു വരുന്നത് വരെ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ കാർത്തു പറഞ്ഞത്. അതുപോലെയായിരുന്നു എല്ലാ ഒരുക്കങ്ങളും. മാളുവിന്റെ അമ്മയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കാർത്തൂന് സുന്ദരിയായിട്ടാ കേക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് അരുണും പറഞ്ഞത്. എന്നെ വിളിച്ചിരുന്നു അരുണ. ഇപ്പൊ ആ കുടുംബത്തിലെ അഴുക്കെന്ന് പറയുന്നത് ഈ മഞ്ജുവാ. പറഞ്ഞിട്ടെന്താ കാര്യം? കുടുംബനാഥനുണ്ടല്ലോ, അയാൾക്ക് നട്ടെല്ല് വേണം. ആ പിള്ളേരുടെ അച്ഛനെ കാർത്തൂന്റെ കല്യാണത്തിന് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടതാ. അപ്പോഴേ എനിക്ക് തോന്നി അയാൾ കാണത്തുമില്ലെന്ന്. എല്ലാരെയും പറയുന്നത് പോലെ അദ്ദേഹത്തെ അമ്മ ഒന്നും പറയരുത്. ഈ ലോകത്ത് അദ്ദേഹത്തെ പോലെ പാവം പിടിച്ചൊരു മനുഷ്യനില്ല. ഞങ്ങളെ എക്കാൾ മാന്യന അദ്ദേഹം. മാന്യത കൂടിപ്പോയെന്നാ ഞാനീ പറയുന്നത്. വീട്ടിനകത്തുള്ള ആണുങ്ങൾക്ക് മാന്യത കൂടിയാലേ അവിടെയുള്ള പെണ്ണുങ്ങള് മാനക്കേട് ഉണ്ടാക്കും. കരണം പൊട്ടുന്ന രീതിയിലൊന്ന് പൊട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലേ അച്ഛനെ കാണുമ്പോ അവളുടെ മുട്ടൊന്ന് വിറച്ചേനെ. ഉള്ളത് പറയാലോ, എനിക്കിപ്പോഴും മാളുവിനെ അവളുടെ അമ്മയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇനിയും അരുണിന്റെ അപ്പച്ചിയെ അമ്മയ്ക്ക് വിശ്വാസമായിട്ടില്ല? എങ്ങനെ വിശ്വസിക്കൂടാ? ഇതിന്റെയൊക്കെ സ്വഭാവം മാറാനേ ഒരു നിമിഷം മതി. ഇനി അങ്ങനെ മാറത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ മാളുവിന്റെ ഇപ്പോഴത്തെ മാറ്റവും അഭിനയമല്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാ കാർത്തു അങ്ങോട്ട് പോകുമ്പോ ഞാൻ അതിനെ എതിർക്കാത്തത്. എന്തായാലും ശരി, മഞ്ജു എന്ന് പറയുന്ന സാധനം അവിടെ ഉള്ളപ്പോ കാർത്തൂനെ അങ്ങോട്ട് വിടരുത്. മഞ്ജു അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർത്തൂനെ അവിടെ ആരും അങ്ങോട്ട് വിളിക്കത്തില്ല. പിന്നെ ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മയുടെ കാര്യം നോക്കി രാമായണമൊക്കെ വായിച്ചിരിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞ കാര്യം പറയണ്ട കണ്ണ. അവനൊരു കാർന്നോര് വന്നിരിക്കുന്നു. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് കണ്ണേട്ടാ. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് പിറന്നാൾ ആഘോഷിച്ച മതിയായിരുന്നു. ഇത്തവണ അരുണിന്റെ അപ്പച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി. അതിനെ എതിർക്കാനൊന്നും പറ്റില്ല. കാർത്തൂന്റെ പേരിൽ ഇപ്പൊ അവകാശം അരുണാ. അയാള് പറയുന്നത് നമ്മൾ കേൾക്കണം. അയാളല്ലല്ലോ അതിന് പറഞ്ഞത്. ഇത്തവണ അപ്പച്ചിയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന് കണ്ണേട്ടനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. കാർത്തൂന്റെ മേൽ അവകാശം കൂടുതൽ അരുണിനാണെങ്കിലും കണ്ണേട്ടൻ പറയുന്നതിനപ്പുറം അരുണൊന്നും ചെയ്യില്ല. അതെനിക്കറിയാം. അവിടെ വെച്ച് കേക്ക് മുറിക്കണമെന്ന് കണ്ണേട്ടൻ എന്തായിരുന്നു ഇത്ര നിർബന്ധം? അരുണിന്റെ അപ്പച്ചിയെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടതേ അരുണിനും അരുണിന്റെ അമ്മയ്ക്കും അല്ലേ? അപ്പോ അരുണിന്റെ വീട്ടിൽ വെച്ചല്ലേ അത് ചെയ്യേണ്ടത്? അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരിപ്പ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നിന്റെ ഭാഗത്തുനിന്നൂടെ വേണ്ട. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. എനിക്ക് നെക്ലേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുതിയ ഫാഷനാ. 2 ദിവസം മുമ്പ് വന്നതേ ഉള്ളൂ എന്നല്ലേ അവര് പറഞ്ഞേ? കാർത്തുവച്ചിക്ക് കൊടുക്കുമ്പോ അതുപോലെ വില പിടിച്ച എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ. പാവം, അത്രയ്ക്ക് വേദനിച്ച ദിവസം ഇന്ന്. വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എത്ര സന്തോഷത്തോടെ ചേച്ചി കേക്ക് മുറിച്ചതാ. ആ സമയത്താ കൊടുങ്കാറ്റ് പോലെ എന്റെ ചേച്ചി എന്ന് പറയുന്നവൾ അവതരിച്ചത്. അതിന്റെ സങ്കടം എനിക്കുണ്ട് മോളെ. പിന്നെ ഇനി അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാ അവരിതല്ല ഇതിനപ്പുറവും ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം. അവൾ എത്ര കടന്ന് ചാടിയാലും ഇനി അവളെക്കാൾ കൂടുതൽ ഞാൻ കാർത്തൂനെ സ്നേഹിച്ചിരിക്കും. അമ്മ മാത്രല്ല, ഞാനും അങ്ങനെ തന്നെ. മോള് കേറ്.
ഉണ്ണി വീട്ടിലില്ലായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അയാളിപ്പോ വലിയ കർഷകനാകാനുള്ള ശ്രമോ. ഫലമൊന്നുമില്ലെങ്കിലും പറമ്പിൽ കിടന്ന് ശരീരം നന്നായി വേർക്കുന്നുണ്ട്. എടി, അതിന് അവന് ഫലം കിട്ടണമെങ്കിൽ അവൻ വെറ്റിലേയും പാക്കം വെച്ച് കണ്ണേട്ടനെ വണങ്ങണം. പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോ എന്നെ അന്വേഷിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോവാം. എങ്ങോട്ടാണോ പോകുന്നത്? എങ്ങോട്ട് വേണമെങ്കിലും പോവാം. എനിക്ക് ദീപേടിന്റെ ഒപ്പം കുറച്ചു സമയം ഇരിക്കണമെന്നേ ഉള്ളൂ. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ എങ്ങനെയെങ്കിലും ഉണ്ണിയുടെ മനസ്സിൽ കണ്ണിൽ കോരിയിട്ടേ അടങ്ങൂ, അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ ഇത് പൊളിക്കായിരുന്നു. ഞാനതിന് ശ്രമിച്ചിട്ടില്ലല്ലോ. അതിന് നീ നല്ല ശ്രമം നടത്തുന്നുണ്ട്. അവൻ നിന്നെ ചോദ്യം ചെയ്താ നീ തന്റെ ഇടത്തോടെ നടന്നതെല്ലാം പറയും, സത്യങ്ങളും പറയും. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ ശേഷം ചോദ്യം ചെയ്യാനായിട്ട് ഉണ്ണിയേട്ടൻ ദീപേടിന്റെ അടുത്ത് വരുവാണെങ്കിൽ 2 കൊടുത്തങ്ങ് വിട്ടാ മതി. കണ്ണേട്ടനെ പോലെയല്ല, അങ്ങേരുടെ അനിയൻ ഇത്തിരി പേടിയൊക്കെയുള്ള കൂട്ടത്തില. ആരോഗ്യവും കുറവാ. എടി, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. അവന് ആരെയും വിശ്വാസം ഇല്ലെങ്കിലും നിന്നെ വലിയ വിശ്വാസമായിരുന്നു. ആ നീയാണ് അവനെ വേരോടെങ്ങ് പിഴുതെടുക്കുന്നത്. ഓരോന്ന് സംസാരിച്ച് മൂട് കളയാനാണോ ഭാവം? വാ പോണ്ടേ. ആ, കേറ് കേറ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുഖം ഒന്ന് മറയ്ക്കായിരുന്നു. എടി, നീ മുഖം മറച്ചാലും എന്റെ ബുള്ളറ്റിന്റെ പുറകിലുള്ളത് നീയാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. നിന്റെ ഭർത്താവിനൊഴിച്ച് എല്ലാവർക്കും. സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ അവൻ തന്നെ ആവാനാ സാധ്യത. ആയിരിക്കില്ല മോളെ. ആരോട് അച്ഛനെ പറയുന്നത്? മഞ്ജു ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ അവിടെ വെച്ച് അവരെ കണ്ടതാ. അന്ന് അവര് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. മഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഭാര്യയാണ് അവരെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. അതിന് അവന്റെ ഭാര്യയാണ് അവരെന്ന് മോൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനി അതോടെ ഉറപ്പിക്കാനുള്ളൂ. ഭാര്യയും ഭർത്താവിനെയും പോലെ അവര് പോയത്. ഇനിയിപ്പൊ അല്ലാന്നിരിക്കട്ടെ, എന്തായാലും അവരൊന്നിച്ചു പോയ സ്ഥിതിക്ക് അവരടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കുമല്ലോ. മിക്കവാറും അവരവന്റെ ഭാര്യയാകാനാ സാധ്യത. കാരണം അന്ന് ഞാൻ അവരെ ഹോസ്പിറ്റൽ വെച്ച് കണ്ടിരുന്നു. അതിനുശേഷമല്ലേ ഞാൻ മഞ്ജുവിനോട് അവിടുന്ന് മാറാൻ പറഞ്ഞത്. നീ വെറുതെ അവന്റെ പിന്നാലെ ഒന്നും നടക്കണ്ട. പിന്നെ എനിക്കറിയണ്ടേ അവളെ ചികിത്സിക്കുന്നത് ആ ദുഷ്ടനാണോന്ന്? ഇനി ആണെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ നിനക്കെന്ത് ചെയ്യാൻ പറ്റും? നീ പോയി മഞ്ജുവിനോടോ അനന്തുവിനോടോ സംസാരിച്ചാല് അതിനെതിരായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ നിൽക്കൂ. നിന്നെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന മക്കളാ അവര്. അങ്ങനൊരു മകളെ എനിക്ക് വേണ്ട. കൂടുതൽ അവള് മുകളിലോട്ട് പോയാ അവൾ എന്റെ മകളല്ലാന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. ദേഷ്യം കയറിയിട്ട് മഹാഭാവം പറയരുത്, ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താ അനന്ത് പോലും നിന്റെ നേരെ വിരച്ചുണ്ടും. ചെകുത്താനും കടലിനും നടുക്കായി. നീ അവനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. ചിന്തിക്കാതെ പിന്നെ മഞ്ജുനെ നോക്കുന്നത് അവനാണെങ്കിൽ എന്റെ കഴിഞ്ഞകാല കഥകളൊക്കെ അവൻ അവളെ അറിയിക്കില്ലേ? ഇതുവരെ അറിയിച്ചില്ലല്ലോ. അച്ഛൻ അറിയാലോ അവന്റെ സ്വഭാവം. അവൻ എന്നെ തകർക്കാൻ വേണ്ടിയാ ഇപ്പൊ നാട്ടിലേക്ക് വന്നിരിക്കുന്നെ. മോളുടെ ഈ സംസാരവും പെരുമാറ്റവും ഒക്കെ ശരത്തിനുൾപ്പെടെ എല്ലാവരും സംശയമുണ്ടാക്കും. അതിന്റെയൊക്കെ അവസാനം പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും, ഞാനും നീയും. കാലം തെറ്റി വന്ന ആ സാത്താനാണ് മഞ്ജുവിന്റെ ഡോക്ടറെങ്കിൽ ഞാൻ അവനെ കൊല്ലുവച്ച. എന്താ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല. ഇനി മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? തൽക്കാലം ഒന്നുമില്ല. ഇനി എന്നാ ചെക്കപ്പ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത മാസം 15-ാം തീയതിയാ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കലണ്ടറിൽ കുറിച്ചിട്ടോളാം. നീ സഹായത്തിന് ദീപനെ വിളിക്കണ്ട. ദീപേടിനെ എന്നെയും ചേർത്ത് ദേ ഈ നിൽക്കുന്ന സ്ത്രീ ഉൾപ്പെടെ പലരും കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് നടക്കാൻ തുടങ്ങിയോ? ഞാൻ കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കുള്ളൂ, കേൾക്കുന്നത് കാര്യമായിട്ട് എടുക്കാറില്ല. ഇപ്പൊ എന്തെങ്കിലും കണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. എങ്കിൽ ദീപേടിന് ഇവിടെ വരുമ്പോ വരണ്ടാന്നൊന്നും ഞാൻ പറയില്ല.
അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നിന്റെ വീടല്ലേ, ഇവിടെ നിന്റെ സുഹൃത്തുക്കളെ കയറ്റാം. പിന്നെ നീ ചെക്കപ്പിന് പോകുമ്പോ അന്യരെ വിളിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നിങ്ങളെല്ലാം ഓർത്ത് എന്നെ വിളിച്ചോണ്ട് പോണോന്ന്. അവൻ അങ്ങനെ ചെയ്താലും നിനക്കതിന്റെ നന്ദി കാണത്തില്ലെന്ന് ഉണ്ണിക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? ഞാനിവിടുത്തെ സംസാരം കേട്ടിട്ട് വന്നതാ. അത്താഴം എടുക്കട്ടെ? എടുക്കുന്നതൊക്കെ കൊള്ളാം. കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ, രുചിച്ച് നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തരാൻ. ഞാൻ ഒരിക്കലും നിന്റെ പപ്പ ചെയ്തതുപോലെ ചെയ്യത്തില്ല. അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളിപ്പോ രണ്ടും കെട്ട അവസ്ഥയിലാ. അതുകൊണ്ട് വിവരദോഷിയായ മാമനെ പോലെ നിങ്ങളും വേണ്ടാത്ത പണി കാണിച്ചു വരും. ഇവള് പറഞ്ഞാലും ഉണ്ണി നീ അങ്ങനെ പറയരുത്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പോയി ഭക്ഷണം എടുത്തോണ്ട് വാ. ഓ ശരി. ഉണ്ണിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ ഉണ്ട്. എല്ലാവരും ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന പോലെ നിങ്ങളും തുടങ്ങിയ പിന്നെ നമ്മുടെ ബന്ധം അധികം മുന്നോട്ട് പോവില്ല. അറിയാം, എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. എന്നെ അടക്കി പിടിച്ചോണ്ട് നടന്നവരൊക്കെ വീട് വിട്ടു പോയി. എല്ലാവരും അകന്നപ്പോഴും ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്റെ സ്വത്ത് നീയും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുമാണ്. അത് നഷ്ടപ്പെടുമെന്ന് തോന്നിയ എന്റെ സ്വഭാവത്തിന് മാറ്റം വരും. അങ്ങനെ മാറ്റം വരുന്ന നിമിഷം രണ്ടിലൊന്ന് തീരുമാനിച്ചോണം. ഒരിക്കലും എന്നെ സഹിച്ചോണ്ട് ഉണ്ണിയേട്ടൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവരുത്. വിജിതേ, ഈ ദീപൻ എന്താ വിവാഹം കഴിക്കാത്തത്? ദീപേട്ടനൊരു ജയിൽ പുള്ളി ആയതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ലെന്നാ പറഞ്ഞ്. നല്ലൊരു ബന്ധം വേണമെങ്കിലേ നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു പെണ്ണുണ്ട്, പേര് വിജിത. നിന്റെ ഭാര്യയാടാ. എന്താ ആലോചിക്കുന്നോ? നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അമ്പലത്തിൽ തൊഴാമെന്നാണോ രണ്ടാളും? പിന്നെ സാധാരണ ആൾക്കാർ അമ്പലത്തിൽ വരുന്നത് തൊഴാനല്ലാതെ ദൈവത്തെ കൊഞ്ഞനം കുത്താനാണോ? നിങ്ങളെപ്പോലുള്ളവർ വരുന്നത് അതിനായിരിക്കും. ഈ അമ്പലവും ഞാനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. ഇവിടെ വരുമ്പോ എനിക്ക് കിട്ടുന്ന സമാധാനം മറ്റെവിടെ പോകുമ്പോഴും കിട്ടിയിട്ടില്ല. 4 പതിറ്റാണ്ടിന്റെ പരിചയമുണ്ട് എനിക്ക് ഈ അമ്പലമായിട്ട്. പരിചയം കൊണ്ട് കാര്യമില്ലല്ലോ. മനസ്സ് നല്ലതാണെങ്കിൽ ഒരുപാട് നാളൊന്നും ഒരമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കണ്ട. ഒരു ദിവസം പ്രാർത്ഥിച്ചാലും മതി. എന്റെ മനസ്സ് ശുദ്ധമാണെന്നാ എന്റെ വിശ്വാസം. അത് സ്വയം തോന്നിയാ പോരാ, ദൈവങ്ങൾക്ക് അല്ല, അതിനുള്ള സാഹചര്യം അവൻ ഉണ്ടാക്കാതിരുന്ന നല്ലത്. ഇനി ആരായിരിക്കും അത് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനാണോ കണ്ണേട്ടനാണോ എന്നൊക്കെ. കണ്ണേട്ടൻ തെരഞ്ഞെടുക്കുക. ഇപ്പൊ തന്നെ മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന എന്റെ അപ്പച്ചയെ വേദനിപ്പിക്കുന്നവരെയും കണ്ണേട്ടന് കണ്ടുകൂടാ. തല്ലുകൊള്ളാതെ ഒഴിഞ്ഞു മാറി നടന്ന അവന് കൊള്ളാം.
അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട് ചേച്ചി. ഏതു നേരവും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. നന്നായിട്ട് എന്തോ അലട്ടുന്നുണ്ട്. ചേച്ചി അരുണേട്ടനെ കൂട്ടി ഇങ്ങോട്ടൊന്ന് വരുമോ? അത് ചേച്ചിയെ കണ്ട അമ്മയ്ക്ക് കുറച്ച് സമാധാനം കിട്ടും. എന്നാ പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം മോളെ. ശരി ചേച്ചി. ആരാടോ? മാളുവാ വിളിച്ചത്. അപ്പച്ചിക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇപ്പോഴോ? സാറിന് തിരക്കുണ്ടോ? കൊള്ളാം. താൻ അപ്പച്ചയെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കൊക്കെ മാറ്റിവെക്കില്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ വെച്ചു പിടിക്കാം. എന്നാലും അപ്പച്ചിക്ക് എന്താ പറ്റിയത്? എന്റെ പിറന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു. പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം മാളുമായിട്ട് പുറത്തു പോയിട്ട് വന്ന അപ്പച്ചയില് പിന്നെ ആ സന്തോഷം കണ്ടിട്ടില്ല. മഞ്ജുവേടത്തിയുടെ സ്വഭാവമായിരിക്കോ അപ്പച്ചയെ വേദനിപ്പിക്കുന്നത്? ചിലപ്പോ ആയിരിക്കും. ഏട്ടത്തിയെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും സാറേ? അതിന് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ലടോ. അവർ ഈ ജന്മം മാറാൻ പോകുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് എന്റെ ഏട്ടൻ. സ്വത്തിനെയും പണത്തിനെയും സ്നേഹിക്കുന്ന അങ്ങേര് ഒരു കാരണവശാലും ഭാര്യയെ നേർവഴിക്ക് നടത്താൻ പോകുന്നില്ല. നമ്മളൊക്കെ അപ്പച്ചിയുടെ മുത്തച്ഛന്റെ അരികിലേക്ക് പോകുന്നത്, അവരെ സ്നേഹിക്കുന്നത് സ്വത്തടിച്ചു മാറ്റാനാണ് രണ്ടിനെയും വിചാരം. നമ്മളതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ സാറേ. എടോ, അത് അവർക്ക് മനസ്സിലാവണ്ടേ? ഏതായാലും നമുക്ക് പെടുന്ന റെഡി ആയിട്ട് ഇറങ്ങാം. എന്താ? ശരി സാറേ. അമ്മയൊന്നും മിണ്ടാതെയും പറയാതെയും ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്ന മൊത്തത്തിലൊരു ശ്വാസം മുട്ടല അമ്മേ. മഞ്ജു ചേച്ചിയാണോ ഇപ്പൊ അമ്മ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? അമ്മയുടെ എല്ലാ കാര്യങ്ങളും മക്കളോട് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞൂടെ? എന്റെ മനസ്സിന് തീരെ സുഖമില്ല മോളെ. എന്തൊക്കെയോ അമ്മയ്ക്കൊരു ഭയം പോലെ. ഇപ്പോ മഞ്ജുവിനെ തള്ളിക്കളഞ്ഞിട്ട് മോള് എന്നെയും കാർത്തൂനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. നാളെ പക്ഷേ വീണ്ടും മഞ്ജുവിനൊപ്പം കൂടുമെന്ന് എനിക്കൊരു സംശയം. ഇനി ഒരിക്കലും അങ്ങനെ ഇപ്പൊ അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ലല്ലോ. അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയപ്പോ ഉടനെ എത്താൻ പറഞ്ഞത്. ഇടീ, വീടിനകത്ത് തന്നെ ചാരന്മാരുണ്ട്. അവരിപ്പോ തന്നെ വിളിച്ചറിയിക്കും ഞാൻ വന്നു. ഞാൻ അടുക്കളയിൽ കുറച്ച് ജോലി പറഞ്ഞിരിക്കുക. അവരവിടെ തന്നെ ഉണ്ട്. അവര് കാണാതെ നമുക്ക് മുകളിലേക്ക് പോവാം. ഇനി കണ്ടാ തന്നെ ഉണ്ണീടിനെ വിളിച്ച് പറയത്തൊന്നുമില്ല. പറയാനുള്ള ധൈര്യം അവർക്കില്ല. എന്നൊന്നും പറയേണ്ട വിജിതേ. രഹസ്യമായിട്ട് അവനെ വിവരങ്ങൾ അറിയിക്കും. നിനക്കാണെങ്കിലോ അങ്ങനെ അറിയിക്കണമെന്നാ. അങ്ങനെ അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധം പിരിയുമല്ലോ. പിന്നെ നിനക്ക് എന്റെ ഒപ്പം ജീവിക്കാമല്ലോ. ആ ആഗ്രഹം ഉള്ളിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയും അറിയോ? എടേ, അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ടും നാള് കുറേയായി. അല്ല, ഉണ്ണി കൃഷി ഓഫീസിലേക്ക് പോയെന്നല്ലേ പറഞ്ഞത്? അവനവിടെ പോയി അരുൺ സാറിനൊക്കെ കാണൂ. മൊത്തത്തിൽ തകർന്നല്ലേ ദീപേട്ട. ഇനിയിപ്പൊ അയാൾ എല്ലാരെയും കാണും. വേണ്ടി വന്ന അയാൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അയാളുടെ ഏട്ടനെ വരെ കാണും. ഇടി, അത് ഞങ്ങളെല്ലാം മുന്നിൽ കാണുന്നുണ്ട്. ഏട്ടന് മുന്നിൽ അനിയന് പത്തി താഴ്ത്തേണ്ടി വരും. ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാ. കണ്ണേട്ടനോട് കളിച്ചവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാവശ്ശേരി കരുണൻ. അതുകൊണ്ട് നീയും കണ്ണേട്ടനോടും കാത്തൂനോടും ഒക്കെ മയത്തിൽ പെരുമാറുന്നതായിരിക്കും നല്ലത്. ഇടി, അവർക്കൊക്കെ ഒരാളെ വെറുക്കാനേ പാട്. ശത്രുവിനോട് പൊറുക്കാൻ പെട്ടെന്ന് പറ്റും. ഞാൻ ഒരാളുടെ മുന്നിലെ കീഴടങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെന്റെ ദീപന്റെ മുന്നിലാ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാതാളത്തോളം ചെല്ലാം. ആ കാല് കഴിയെ അത് കുടിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അങ്ങനൊന്നും തറപ്പിച്ച് പറയേണ്ട വിജിതേ.
സാഹചര്യമേ മനുഷ്യനെ ഏതൊക്കെ രീതിയിലും മാറ്റൊന്നും പറയാൻ പറ്റില്ല. സംസാരിച്ചോടെ നിന്നാലേ അടുക്കളപ്പണി ചെയ്യുന്ന എന്റെ അമ്മ കാണും. അതുകൊണ്ട് എന്റെ മറ പറ്റി വരാൻ നോക്ക്. ഭാഗ്യം അടുക്കളയിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ശല്യം. ഇടീ, നിനക്കിപ്പോ നിന്റെ അമ്മയും ശല്യമായല്ലേ? അവരമ്മയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇനാ ദിവേട്ടൻ വാ. മോനെന്താ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോകുന്നത്? ഇവിടെ ആരെങ്കിലും വന്നോ? അയ്യോ, ആരും വന്നില്ല മോനെ. മകളുടെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാനാ മാമി എപ്പോഴും ശ്രമിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ പറഞ്ഞൂടെ? അതോ ഇനി പറഞ്ഞാ കൊന്നു കളയുമെന്ന് മോള് ഭീഷണിപ്പെടുത്തിയോ? നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് നല്ല ബോധത്തോടെ തന്നെയാ. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ഇനി പേരൂടി പറയണോ? എന്നാ പറയാം, അവൻ തന്നെ, ദീപൻ. അയ്യോ, ഞാൻ കണ്ടില്ല മോനെ. ഞാൻ അടുക്കളയിലായിരുന്നു. ഇനി ആ സമയത്ത് അങ്ങനെ വന്നോന്നറിയില്ല. വന്നിട്ടുണ്ട്. അങ്ങനെങ്കിൽ അവൻ അവൾക്കൊപ്പം മുറി കാണും. അത് 3:30 തരവാ. പിന്നെ ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. അതാണ് ശരി. അവൻ വന്നത് നിങ്ങൾ കണ്ടു, എന്നിട്ട് പറയാതിരിക്കുക. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാ ആദ്യം തന്നെ അതേപറ്റി പറഞ്ഞത്. നീ ഞങ്ങളെ പഴിക്കൊന്നും വേണ്ട. ഞാനും നിന്റെ മാമനും പറയാവുന്ന രീതിയിലൊക്കെ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് നീ വിശ്വസിച്ചോ? അവൻ അവളുടെ മുറിയിലുണ്ടെങ്കിലേ പോയി നോക്ക്. എന്നിട്ട് അവനെ പിടിച്ചിറക്കി 2 പൊട്ടിക്ക്. അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുവാണെങ്കിൽ അതും വാങ്ങിച്ചോ. ഇത്രയും നാൾ ഈ നാടകം അനുഭവിച്ചു കൊടുത്ത നീയാ. 2 കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. നിനക്ക് സുഖാണോ കാർത്തു? സുഖാ ഉണ്ണേട്ടാ. ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നിനക്ക് നല്ലൊരു ജീവിതം തന്നെയാ ദൈവം തന്നിരിക്കുന്നത്, നിന്റെ മനസ്സ് പോലെ. നിനക്കെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, സ്വപ്നം കാണുന്ന പോലെ തോന്നുക എനിക്ക്. ഇത് സ്വപ്നമല്ല, സ്വഭാവത്തോട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ കാരണം കണ്ടെത്തുക ഇപ്പോ. ശരിയും തെറ്റും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ. ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അതിലേറ്റവും വലിയ അബദ്ധം കണ്ണേട്ടൻ ജയിലിലായിരുന്ന സമയത്ത് കാർത്തൂനെയും പവിത്രടത്തെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഉണ്ണേട്ടാ. ഇനി അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണോ? ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് ഞങ്ങളെ ദൈവം ശിക്ഷിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. തെറ്റി മുഴുവൻ ചെയ്തത് വിജിതയാണല്ലേ? ഞാൻ പലതും അറിഞ്ഞു വരികയാണ്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന കാർത്തൂനോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി കാർത്തൂന്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം. ഒരു സമയത്ത് അതിന്റെ വില തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാ ഇന്ന് അതിന്റെ ശക്തി എത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി എൻട്രൻസ് എഴുതി MBBS തല ഉയർത്തിപ്പിടിച്ച് പോയെങ്കിൽ അതിന്റെ പിന്നില് കണ്ണേട്ടന്റെയും കാർത്തൂന്റെയും പവിത്രടത്തെയുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറായി വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ 5 വർഷം അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഫലം ഉണ്ടായില്ല. അതിന്റെ കാരണം നിങ്ങളോടൊക്കെ ഞാൻ കാണിച്ച അവഗണനയും ചതിയും തന്നെ. ഞാനും കണ്ണേട്ടനും പവിത്രയെടുത്തി ഒന്നും ഒരിക്കലും ഉണ്ണേട്ടനെ ശപിച്ചിട്ടില്ല. എന്തിനാ ശപിക്കുന്നത്? എല്ലാം കാണുന്ന ഒരാള് മുകളിലുണ്ടല്ലോ. ആ ശക്തി എല്ലാം അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സ്വസ്ഥത കിട്ടുമോ? ഇപ്പോ എന്താ ഉണ്ണേട്ടന് സംഭവിച്ചത്?
ഇനി എന്താ സംഭവിക്കാനുള്ളത്? അരുൺ നല്ലവനാ, അതുകൊണ്ടാ ദൈവം എന്നെ ഒഴിവാക്കിയിട്ട് കാർത്തുവിന്റെ സ്വഭാവത്തിന് ചേർന്ന ഒരാളെ കാർത്തുവിന് തന്നത്. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുത്തപാടുണ്ടാകാതിരിക്കാനും ഒരിക്കലും കാർത്തുവിന് കരയേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം ഉണ്ണിയേട്ടന് വേണ്ടി. എനിക്ക് ഒരുപാട് സന്തോഷായി എന്നെ കണ്ടപ്പോ സംസാരിച്ചത്, സ്നേഹത്തോടെ പെരുമാറിയത്. കാർത്തുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഈ സമയത്ത് മുഖം തിരിച്ചു പോവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാർത്തു ചെയ്തില്ലല്ലോ, അതാണ് എന്റെ സന്തോഷം. തുടങ്ങിയടാ. രണ്ടാളും പേരയ്ക്ക് തന്നെ ഇരിക്കുവാണോ? തുടങ്ങിയടാ. ഞാൻ ഇന്നൊരാളെ വഴിയിൽ വെച്ച് കണ്ടു. ആരാന്ന് പറയാമോ? മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അപ്പൊ അതുപോലെ ആരെങ്കിലും ആയിരിക്കുമല്ലോ കണ്ടത്. അങ്ങനെ ഒരാള് തന്നെയാ. എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരാ? ആ ജമാലിക്കയുടെ മോനാണോ അനസ്? അനസ് ഗൾഫിലല്ലേ? അല്ല, അവൻ നാട്ടിലുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നാ അനസല്ല. കുട്ടിക്കാലത്ത് ഞാൻ ഏതു നേരവും കളിച്ചും ചിരിച്ചും വഴക്കിട്ട് നടന്നത് ആരുടെ കൂടെയാ കണ്ണേട്ടാ? നോക്കണ്ട, ഉണ്ണേട്ടനെ തന്നെയാ കണ്ടത്. അവനെ കണ്ടതിന് ഇത്രയും സന്തോഷത്തിന്റെ ആവശ്യമുണ്ടോ? അവനെ ഇതിനു മുമ്പ് മോള് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ണേട്ടൻ മുഖം തിരിച്ചോണ്ട് പോവായിരുന്നു. മുറച്ചെറുക്കനല്ലേ, മിണ്ടാതെ പോയാ പിണങ്ങിയാലോ. ഉണ്ണേട്ടന്റെ മുറച്ചെറുക്കനാ. പക്ഷേ ഞാനിപ്പോ സാറിന്റെ ഭാര്യ ആയതുകൊണ്ട് ആ ബോധത്തോടെ തന്നെയാ ഉണ്ണേട്ടൻ എന്നോട് സംസാരിച്ചത്. ആ ബോധത്തോടെ അവൻ സംസാരിച്ചില്ലെങ്കിൽ അവന് തല്ല് കിട്ടുമെന്ന് അറിയാം. ഇനിയിപ്പോ തല്ലേണ്ടി ഒന്നും വരത്തില്ല. ആള് നന്നായിന്നാ എനിക്ക് തോന്നുന്നേ. കഴുത്തറ്റം മുങ്ങിയില്ലേ, പിന്നെ നന്നാവാതെ എന്ത് ചെയ്യും? അവൻ ലോഹിത്തിൽ സംസാരിച്ചൊക്കെ ശരിയാ, എന്ന് വെച്ച് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട. ശത്രുതയുള്ള ഒരു സൗഹൃദം കാട്ടുന്നത് സ്വന്തം കാര്യസാധ്യത്തിന് മാത്രമാ. അവരെപ്പോഴാ നമ്മുടെ കാലി പിടിച്ച് വലിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അവനെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ആ വിജിതയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞ് അവന്റെ അല്ലാന്ന് മാത്രമേ അറിയാനുള്ളൂ. അതുകൂടി അറിയുമ്പോ പിന്നെ ആ വീട്ടിൽ നിന്ന് കൂടി ഇറങ്ങേണ്ടി വരും അവന്. എടോ, എല്ലാം നഷ്ടപ്പെട്ടവര് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുള്ളൂ. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. അവൻ പറഞ്ഞ ശരിയാ മോളെ. എങ്കിലും ഓർമ്മയായപ്പോ മുതൽ കാണുന്നതല്ല ഞാൻ ഉണ്ണേട്ടനെ. ഒന്നിച്ചാ കളിച്ചു വളർന്നതും സ്കൂളിൽ പോയതും ഒക്കെ. അതുകൊണ്ട് എന്നോട് സുഖമാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ലമ്മേ. സഹതാപാ തോന്നിയത്. MBBS പഠിക്കാൻ പോകുന്നത് വരെ ഉണ്ണേട്ടൻ പാവമായിരുന്നു. അതിനുശേഷമാ മൊത്തത്തിൽ മാറിപ്പോയത്. മോളെ, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ എളുപ്പമാ, ചതിക്കാനും. അതിൽ പോയി വീഴരുതെന്നേ അരുൺ പറഞ്ഞുള്ളൂ. അത് തന്നെയാ അമ്മയുടെ അഭിപ്രായം.
പോയത്? ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മഞ്ജുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. മഞ്ജുവിന്റെ അമ്മയ്ക്ക് എന്താ സൂക്കേട്? എന്തു പറ്റി ആന്റി? എനിക്കൊന്നും പറ്റിയില്ല. അവരെന്റെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് തിരക്കി. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മഞ്ജുവും അമ്മയും തമ്മിലുള്ള പിണക്കത്തെ പറ്റി എനിക്ക് അറിയാലോ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞോ? ജീവൻ ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞോ? ഞാനൊന്നും പറയാൻ പോയില്ല. അവരുടെ ചോദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി കാണുവാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന കാര്യം പറയണ്ട. മഞ്ജു സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ കാർത്തു എന്ന പെൺകുട്ടിയെ കുറിച്ച്. അവളെ ഇവിടേക്ക് കൊണ്ടുവരാനാ ഈ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കുന്നത്. അവളെയും കൊണ്ടിങ്ങ് വരട്ടെ. ഞാൻ അവളെ ഈ പടി ഏറ്റിട്ടില്ല. അല്ല, നിങ്ങൾ പറയുന്ന പോലെ അതുകൊണ്ട് മാത്രമാണോ ഡോക്ടറുടെ ഡീറ്റെയിൽസ് തിരക്കുന്നത്? അതിനപ്പുറം അവര് തമ്മിൽ വല്ല മുൻപരിചയം ഉണ്ടോ? ഏയ്, അതിനുള്ള സാധ്യതയില്ല. കുടുംബത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഒരുപാട് പൊട്ടിത്തെറി ഉണ്ട് ആന്റി. അതിന്റെ ഭാഗമായിട്ട് അമ്മ ഓരോന്ന് ചോദിക്കുന്നു. ഇപ്പൊ അമ്മയുടെ ഏറ്റവും വലിയ ശത്രുക്കളും ഞാനും അനന്തുവേട്ടനും. അങ്ങനെയുള്ള അമ്മയെ അമ്മയായിട്ട് കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു റെസ്പെക്റ്റും കൊടുത്തില്ല. ഏതായാലും അവരെ കാണുവാണെങ്കിൽ പറഞ്ഞേക്ക്. ഇനി വഴി വെച്ച് കാണുമ്പോ എന്നോട് മിണ്ടാനും പറയാനോ ഒന്നും വന്നേക്കരുതെന്ന്. ചേച്ചി, വീണ്ടും അമ്മയ്ക്ക് പ്രഷർ കൂടി. ഇപ്പൊ കിടക്ക. അയ്യോ, എന്നാ ഞാൻ ഉടനെ സാറിനെ കൂട്ടി അങ്ങോട്ട് വരാം. ഇവിടുന്ന് ഇന്നലെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതുകൊണ്ടാ വരണമെന്ന് ഞാൻ പറയാത്തത്. അതിനെന്താ, അപ്പച്ചിയെ കാണാൻ വരുന്നത് എനിക്കും സാറിനും സന്തോഷമാ. പിന്നെ വയ്യാതിരിക്കുമല്ലേ, ആ സമയത്ത് ഞങ്ങൾ അവിടെ വേണ്ടേ? എന്നാ പെട്ടെന്ന് പോരെ ചേച്ചി. അമ്മയുടെ മനസ്സിൽ എന്താന്ന് പറയുന്നില്ല. നിങ്ങൾ വന്നൊന്ന് സംസാരിക്കേ. ശരി മോളെ. മാളുവാ വിളിച്ചത്. വീണ്ടും അപ്പച്ചിക്ക് വയ്യാന്ന്, പ്രഷർ കൂടിയെന്നാ പറഞ്ഞത്. ദേവിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഞാൻ പവിത്രേടത്തിയോട് പറയട്ടെ ഇങ്ങോട്ട് വരാൻ. എത്രയും പെട്ടെന്ന് അവിടം വരെ ചെല്ലണമെന്നാ മാള് പറഞ്ഞത്. എന്നാ പിന്നെ അരുണിനെയും കൂട്ടി മോള് പൊയ്ക്കോ. പവിത്രയെ വിളിക്കൊന്നും വേണ്ട. നിങ്ങൾ പോകുന്ന വഴിക്ക് എന്നെ കടയിൽ ഇറക്കിയാ മതി. ഞാൻ അവിടെ നിന്നോളാം. നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്നെ വിളിച്ചാ മതി. എടാ മോനെ, ദേവിക്ക് വീണ്ടും BP കൂടിയെന്ന്. നമുക്ക് ഉടനെ അവിടെ എത്തണം അരുൺ സാറേ. അവളെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കും മോനെ. ഹോസ്പിറ്റലിൽ പോയ അപ്പച്ചിയുടെ ഇപ്പോഴത്തെ അസുഖം മാറില്ലമ്മേ. ഇത് ശരിക്കും മാനസികമാ. എന്തൊക്കെയോ ഭയം അപ്പച്ചിയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പച്ചിയെ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. ഞാൻ ഏതായാലും റെഡി ആയിട്ട് വരാം. ദേവിക്ക് വയ്യാന്നറിഞ്ഞ ഉടനെ കാണണം മോൾക്ക്. തിരിച്ചു അങ്ങനെ തന്നെയാ. കാർത്തൂനെ കണ്ട ദേവിക്കും കുറച്ചൊക്കെ സമാധാനം കിട്ടും. രണ്ടാളും തമ്മില് എന്തോ മുജ്ജന്മ ബന്ധമുണ്ടെന്നാ തോന്നുന്നേ. മോളും മോനും വന്നോ? അയ്യോ, എന്നെ കണ്ട അപ്പച്ചി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പച്ചി ആരെങ്കിലും കാണുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ തളരുന്നേ? ഞാൻ പറഞ്ഞല്ലോ മോളെ, അടുത്ത് തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതെന്തോ സംഭവിക്കാൻ പോകുന്ന പോലൊരു തോന്നല്. എന്ത് സംഭവിച്ചാലും ഞങ്ങളൊക്കെ ഇല്ലേ അപ്പച്ചി കൂടെ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അപ്പച്ചിക്ക് എന്തെങ്കിലും പറ്റൂ? മനുഷ്യന്റെ കാര്യങ്ങള് മോനെ, എപ്പോഴാ എല്ലാവരും ഒരാളെ തള്ളിപ്പറയാന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ തല പോയാലും ശരി, ഞങ്ങൾ ആരും അപ്പച്ചിയെ തള്ളി പറയാൻ പോകുന്നില്ല. അയാളെ കൈകാര്യം ചെയ്യണം കണ്ണേട്ടാ. പറഞ്ഞു വിലക്കണം അമ്പലത്തിലേക്ക് വരരുതെന്ന്. മുത്തശ്ശനും അപ്പച്ചിയൊക്കെ വിഷമിപ്പിക്കുന്ന അയാളെ. അവനെ മോള് കണ്ടോ?
അമ്പലത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്ന് രണ്ടും പറയുകയും ചെയ്തു. അതിനിടയ്ക്ക് അയാളെ അങ്ങോട്ട് കുറ്റപ്പെടുത്തിയപ്പോ അയാൾ കാർത്തൂനൊന്ന് കുത്തി. മോളെ അരുൺ കല്യാണം കഴിച്ച ശേഷമാണ് അരുണിന്റെ കുടുംബത്തിൽ കലഹം ഉണ്ടായെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമല്ലോ കണ്ണേട്ടാ. ഏതാവൻ? പൊട്ടിക്കേണ്ടി വരും ദീപ. നീ തന്നെ ചിലപ്പോ ചെയ്യേണ്ടി വരും. ഒന്ന് പറഞ്ഞാ മതി. അവനെ കാലെ വാരി നിലത്തടിക്കുന്നവരെ ഞാൻ ഏറ്റു. പിന്നെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ കരള് ദാനമായിട്ട് കൊടുത്തത് മാളൂനോടുള്ള സ്നേഹം കൊണ്ടല്ല, അപ്പച്ചിയെ മാളൂനെയൊക്കെ സ്വാധീനിക്കാനാണെന്ന്. ഇതെല്ലാം മഞ്ജു പറഞ്ഞു കൊടുത്തതായിരിക്കും. ഈ പരിസരത്തേക്ക് വരരുതെന്ന് ഞാനും അരുണും ഒക്കെ അയാളോട് പറഞ്ഞിട്ടുള്ളതാ. അതും പോരാഞ്ഞ് എന്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിനയാൾക്ക് എന്താ അർഹതയുള്ള? അതെ, അതൊക്കെ നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. നീ ആ നമ്പറിൽ വിളിച്ചിട്ടേ അയാളൊന്ന് കാണണമെന്ന് പറ. തല്ലിനും വഴക്കിനും ഒന്നും പോണ്ട. തല്ലണ്ടെടുത്ത് തല്ലണ്ടേ കാർത്തു. അയാളോട് എന്തായാലും താക്കീതോടെ പറയണം, ഇനി ഇവിടേക്കൊന്നും വരരുതെന്ന്. പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ടേ പറയേണ്ട രീതിയിൽ പറഞ്ഞേ പറ്റൂ. മോൾ ഇനി അയാളെ എവിടെ വെച്ച് കണ്ടിരുന്നാലും പരമാവധി സംസാരിക്കാണ്ടിരിക്കുക. ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ മുഖത്തടിക്കുന്ന രീതിയിലേ സംസാരിക്കാവൂ. കാർത്തു അങ്ങനെ തന്നെയാ പറഞ്ഞത്. എനിക്ക് എന്നെ അത്ഭുതം തോന്നി. മുത്തശ്ശനെ അപ്പച്ചിയൊക്കെ വേദനിപ്പിക്കുന്ന അയാളോട് എനിക്ക് വെറുപ്പാ. അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നിങ്ങൾ ആരും പോകണ്ടേട്ടാ. എനിക്ക് അവന്റെ പേരും അഡ്രസ്സും തന്നാ മതി. വീട്ടിൽ കയറി ഞാൻ പൊട്ടിച്ചോളാം. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല ദീപ. അതെന്താ കഴിയാത്തത്? കാർത്തൂനെ വേദനിപ്പിച്ച ഒരുത്തനെ തല്ലി ചാച്ചു വേണമെങ്കിൽ മുന്നിൽ കൊണ്ടിട്ട് തരാം ഞാൻ. അത്ര പെട്ടെന്ന് നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഈ പറഞ്ഞ ആള്. ഇനി ഒരാൾ കൂടി നിങ്ങളോടൊപ്പം ചേർന്ന എല്ലാം ശരിയാവും. അതങ്ങനെ ചേരുമെന്ന് തോന്നുന്നില്ല. കാർത്തൂന്റെ ഇതുവരെയുള്ളൊരു അനുഭവം വെച്ച് നോക്കിയാ ആദ്യം വെറുത്തവരൊക്കെ പിന്നീട് കാർത്തൂനൊപ്പം ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നിൽക്കാതെ കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിച്ചൂടെ മോളെ? അവിടെ അരുൺ സാറിന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അങ്കളെ. ഏട്ടത്തെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഏട്ടത്തിക്ക് ഇത് പരിചയമില്ലാത്ത വീടൊന്നും അല്ലല്ലോ. ഇവിടെ വന്ന് എത്രയോ ദിവസം താമസിച്ചിട്ടുള്ളതാ. അത് ശരിയാ, ഞാൻ അമ്മയോട് പറഞ്ഞു നോക്കാം. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒത്തുകൂടുന്നത് ഒരു സന്തോഷമാ എല്ലാവർക്കും. പിന്നെ അന്ന് ദീപാവലിയുടെ അന്ന് സംഭവിച്ചതുപോലെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് മാത്രം. അച്ഛാ, വിളിച്ചിട്ട് അമ്മ ഫോൺ പോലും എടുക്കണില്ല. ഞാനും വിളിച്ചു, എടുത്തില്ല. ഉടനെ വരുമായിരിക്കും മോളെ, ടെൻഷൻ അടിക്കണ്ട. അമ്പലത്തിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നോണ്ടാവും വിളിച്ചിട്ട് എടുക്കാത്തത്. മാള് വിഷമിക്കണ്ട. അങ്കിള് പറഞ്ഞതുപോലെ അപ്പച്ചി ഉടനെ വരുമായിരിക്കും. ഞാൻ പത്നിയെ വിളിച്ചിരുന്നു, പവിത്രയുടെ ചേച്ചിയെ. അവിടെ അപ്പച്ചി ചെന്നിട്ടില്ല എന്നാ പറഞ്ഞേ. പക്ഷേ ഏട്ടത്തി ഏട്ടനും പുറത്തു പോയിരിക്കേ. അവരെ പിന്തുടർന്ന് അപ്പച്ചി പോകാൻ സാധ്യതയുണ്ട്. എങ്ങാനും ഒരു ഡോക്ടർ ജീവന്റെ അരികിലേക്കായിരിക്കും പോയിരിക്കുക. അതായി എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ ഉറപ്പാവും ജീവനാണ് ഏടത്തിയുടെ ഡോക്ടർ എന്ന്. ഇനി അതറിഞ്ഞിട്ട് അപ്പച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയോ സാറേ? ഒന്നും പറയാൻ പറ്റില്ല പാപ്പ. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഓടി നടക്കാറുണ്ട് അപ്പച്ചി. ഇപ്പോ നമ്മളാരും കഥകൾ അറിഞ്ഞിട്ടില്ല എന്ന അപ്പച്ചിയുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ അറിയുമ്പോഴുള്ള നാണക്കേട്, അപമാനം, അതൊക്കെ അപ്പച്ചി അലട്ടുന്നുണ്ട്. അതൊഴിവാക്കാൻ ചിലപ്പോ നമ്മൾ ഭയക്കുന്ന പോലെ അപ്പച്ചി ചെയ്തെന്നും വരാം. എങ്കിലും മനസ്സിന് കുറച്ച് കട്ടിയുള്ള കൂട്ടത്തില്ല. അങ്ങനെയുള്ളവര് പെട്ടെന്നൊന്നും മരണത്തെപ്പറ്റി ചിന്തിക്കില്ല. ഈ ജീവന്റെ കയ്യും കാലും തല്ലി ഒടിച്ചിടേണ്ടോ? നീ മലയ്ക്ക് പോവാൻ മാറിയിട്ടിരിക്കുക. വേണ്ട, ദീപന്റെ ചേട്ടനായി പോയി. അതുകൊണ്ടാ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത്. ആ, അവന്റെ ഇടയ്ക്ക് തന്നെ പോയി പറഞ്ഞാൽ മതി ഏട്ടന്റെ കാര്യം. പിന്നെ അനിയൻ തന്നെ ഏട്ടന്റെ കയ്യും കാലും തല്ലി ഒടിച്ചോളൂ. ഈ ജീവനെ കാണുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട്, അതാരും കേൾക്കാൻ തയ്യാറാവുന്നില്ലെന്ന്. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ചതി പറ്റി കാണുവാരുടെ? ഒരു ചതിയും പറ്റാനിടയില്ല. ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ടനോട്, അപ്പച്ചിക്ക് ഒരു 10-12 വയസ്സ് കഴിഞ്ഞ ശേഷമാ ഇപ്പോഴത്തെ സ്വഭാവം വന്നത്. അതുവരെ അപ്പച്ചി പാവമായിരുന്നു, മുത്തച്ഛനെ പോലെ.
ഈ സംഭവത്തിന് ശേഷമായിരിക്കും സ്വഭാവം മാറിയത്. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്ന പാവം ശരത്തങ്കിള. അദ്ദേഹം ഇനി എത്ര പാവമാണെങ്കിലും ഭാര്യയുടെ കഴിഞ്ഞകാല കഥകൾ അറിഞ്ഞാൽ അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു പറയാൻ പറ്റില്ല. കാർത്തൂന് ഏതായാലും ജീവനെ കണ്ടെടുത്താ കണ്ടുടാ. എത്ര കാല ദേഷ്യം നിലനിൽക്കും കണ്ണ? നാളെ മഞ്ജുവല്ല കാർത്തുവാണ് മകളെന്നറിഞ്ഞ അയാൾ കാർത്തുവിന് അരികിലേക്ക് വരില്ലേ? മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അച്ഛനാന്നറിഞ്ഞ കാർത്തു അയാളെ സ്നേഹിക്കാതിരിക്കുവോ? ഏയ്, ഒരിക്കലും സ്നേഹിക്കില്ല. എന്റെ മോൾക്ക് ഏട്ടനും അച്ഛനും ഒക്കെ ആയിട്ട് ഒരാളേ ഉള്ളൂ, അത് ഞാനാ. അതിന് എന്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. കാർത്തു ഇടയ്ക്ക് പറയുന്നത് നീ കേട്ടതല്ലേ? എന്നെ കാട്ടിൽ ഉപേക്ഷിച്ച അമ്മയെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് കാറി തുപ്പുന്നു. പിന്നെ ആ അമ്മയെ വഞ്ചിച്ച ഒരുത്തനെ എന്റെ കൂടെ സ്നേഹിക്കുവോ? കാർത്തുവിന്റെ സ്വഭാവം നമുക്ക് അളക്കാൻ പറ്റില്ല കണ്ണേട്ടാ. ജീവൻ സ്വന്തം അച്ഛനാണെന്ന് അറിഞ്ഞാ പപ്പേട്ടൻ പറഞ്ഞ പോലെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നേക്കാം. കൊല്ലാൻ വരുന്നവനെ പോലും സ്നേഹിക്കുന്ന സ്വഭാവ. പിന്നെ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കാൻ പോവാ. അപ്പച്ചി എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതുപോലെ ഏട്ടനും ഏട്ടത്തി എവിടെയുണ്ടെന്നും. കണ്ണ, ആ പോയത് കാർത്തുവിന്റെ ഭർത്താവ് മാത്രമല്ല. നീ ജയിലിലേക്ക് പോയപ്പോ ജീവിക്കാൻ കാർത്തുവിനും പവിത്രയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആളാ. അതിന്റെ ഗുണം ഞാൻ ഉൾപ്പെടെയുള്ളവർ പറ്റിയിട്ടുമുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കൊരു അടി പറ്റുമ്പോ അത് പരിഹരിക്കേണ്ടത് നമ്മുടെ കടമയാ. എന്തായിരുന്നേ? ഒരു രക്ഷയില്ല. അപ്പച്ചി പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ പോയി. ആ ജീവനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. സൈബർ സെല്ലിൽ പരിചയമുള്ള ഒരാളുണ്ട്, അയാളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചിയുടെ നമ്പർ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ. അതുകൊണ്ട് ചിലപ്പോ അപ്പച്ചിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞേക്കും. ജീവന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി ചെന്നിട്ട് അയാളുടെ ഭാര്യയോട് എല്ലാം അങ്ങ് വെളിപ്പെടുത്തണം. എങ്ങനെ വെളിപ്പെടുത്തുന്ന പപ്പേട്ടൻ പറയുന്നത്? അവര് ഭർത്താവിനെ സംശയിക്കുകയും അയാളുടെ കാമുകിമാരെ തേടി നടക്കുന്ന ഒരു സ്ത്രീയാ. അത് ശരിയാ. അവര് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ അരുണിന്റെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അരുണിന്റെ അമ്മാവന്റെ മുമ്പ് വെച്ച് സകലതും വെളിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചേ ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ പപ്പാ. ഇക്കണക്കിന് പോയാ അവനെ തല്ലി കൊല്ലേ നിവൃത്തിയുള്ളൂ. ആ, മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുക, എന്നിട്ടും അവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മല ചവിട്ടി 18-ാം പടി കയറുമ്പോ പപ്പേട്ടൻ പ്രാർത്ഥിക്കണം. എന്റെ അപ്പച്ചിക്ക് സ്വന്തം കുഞ്ഞിനെ കാട്ടിലെറിയേണ്ടി വന്നു. അതിന് സാഹചര്യം ഒരുക്കി അവന് നാവനക്കാൻ കഴിയാതെ കിടക്കണേന്ന്. പിന്നെ സത്യങ്ങൾ പുറത്തു വരില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഭയന്നിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാണ് അരുണേ. ജയിലിലേക്ക് പോയപ്പോ ഇല്ലാത്ത സങ്കടവും ഭയവാ എനിക്കിപ്പോ. അരുണിന്റെ അപ്പച്ചിയെ മുത്തച്ഛനെയൊക്കെ കൊല്ലാതെ കൊന്നവൻ ഇപ്പൊ നമ്മളെയൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എവിടെ പോയാ ഒന്ന് അന്വേഷിക്കേണ്ടത്? കാർത്തു മാളും ആണെങ്കിൽ വിളിയോട് വിളിയാ. എന്നെയും വിളിച്ചായിരുന്നു കാർത്തു. സാറിന്റെ ഏട്ടനെടുത്തിയും വീട്ടിലെത്തിയോ? അവരിതുവരെ അവിടെ എത്തിയിട്ടില്ല. മിക്കവാറും അവർക്ക് പിന്നാലെ ആയിരിക്കും അപ്പച്ചി പോയത്. ആ ഡോക്ടർ ജീവന്റെ വീട്ടിലെ നമ്പർ ഉണ്ടോ? ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ പിന്നാലെ എന്തിനെങ്ങനെ ചുറ്റിത്തിരിയുന്നത്? രണ്ടാളും ഹോട്ടലിൽ പോയിരുന്നോ? അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചു അല്ലേ? ഹോട്ടലിൽ പോകുന്നത് ആഹാരം കഴിക്കാനല്ലാതെ പിന്നെ ഹോട്ടൽ കാണാനാണോ? നിങ്ങൾ രണ്ടാളും മാത്രമല്ല, മൂന്നാമതൊരാൾ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എവിടെയാള്? അയാള് വന്ന കാറാണ് പുറത്തു കിടക്കുന്നത്. അത് സുമേഷ് അല്ല. ആ കാറിന്റെ അവകാശി എവിടെന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്കറിയില്ല. എന്നാ എനിക്കറിയണം. വിളിക്കടി, വിളിക്കടി അവനെ. ആരെ വിളിക്കാനാ അപ്പച്ചി പറയുന്നേ? ഇവളെ തല്ലിയിട്ട് കാര്യമില്ല. പക്ഷേ ഇവക്ക് വേണ്ടി നീ കള്ളം പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. വിളിക്കേണ്ട അകത്തിരിക്കുന്നവനെ. വിളിക്കടി. വേണ്ട, ഞാൻ പോയി കണ്ടോളാം.
എങ്ങോട്ടേ പോന്നേ? അവിടെ ആരുമില്ല. മാറടി, മാറടി അങ്ങോട്ട്. വിടൂ, അവിടെ ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്തേ കാണിക്കുന്നു? നിനക്കെന്താ ഇവിടെ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അനന്തവും മഞ്ജുവും വിളിച്ചിട്ട് വന്നതാ. ഞാൻ മഞ്ജുവിന്റെ ഡോക്ടറാ. ഹലോ, ഞാനാണ് ജീവൻ. നിനക്ക് എന്ത് വേണം? ഞാൻ മനഃപൂർവ്വം മഞ്ജുവിനെ തേടി പിടിച്ച് അവളെ ട്രീറ്റ് ചെയ്തൊന്നുമില്ല. വളരെ യാദൃച്ഛികമായി എന്റെ അടുത്ത് വന്ന് പെട്ടതാ. ഹലോ, നീ ഇപ്പൊ എവിടെയുണ്ട്? മഞ്ജുവിന്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിന്റെ അടുത്തുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം, പറ്റുമോ? അതിനെന്താ? എന്നെ കാണുമ്പോ ചിലപ്പോ മുഖമടിച്ച് തല്ലുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, കാണാം. എവിടെ നിൽക്കണം ഞാൻ? ഇപ്പൊ നിൽക്കുന്നിടത്ത് തന്നെ നിന്നാ മതി. ഞാൻ അവിടെ എത്തിക്കോളാം. ശരി. അപ്പച്ചി ഇനിയും വന്നില്ലല്ലോ മോളെ. എന്തു പറ്റി അപ്പച്ചി? ഒരു ചെറിയ തളർച്ചയുണ്ടായി. എവിടായിരുന്നു അമ്മ ഇതുവരെ? അമ്പലത്തിലായിരുന്നു. ഒരുപാട് നേരം ക്ഷേത്രത്തിൽ വലം വെച്ചു. അപ്പൊ തല ഇറങ്ങി. അത് കഴിഞ്ഞ് ഏട്ടത്തെ കാണാനും പോയി. അവര് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതൊക്കെ അറിയാലോ അമ്മ. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എനിക്കൊന്ന് കിടക്കണം. അകത്ത് വാ. എന്തു പറ്റി ദേവേ? വീണ്ടും BP കൂടിയെന്നാ തോന്നുന്നേ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്കിളെ വരുന്നേ. ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു. ഇനി എങ്ങോട്ടെങ്കിലും താൻ പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയാതെ പോകരുത്. അപ്പച്ചി വാ. മഞ്ജുവിന്റെ സ്വഭാവമാണോ മോനെ അയാളെ അലട്ടുന്നത്? അതെ. അല്ലാതെ അയാൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഹേയ് ഇല്ലെങ്കിലേ. വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളൊക്കെ അറിയുന്ന അത്ര പോലും ഞാൻ അയാളെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. ഇടയ്ക്ക് മഞ്ജു എന്നെ വിളിച്ചിരുന്നു. അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതാണ് അമ്മയുടെ പ്രശ്നമെന്നാ അവള് പറയുന്നത്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? അവള് പോകുന്ന ഡോക്ടറെ അടുത്തേക്ക് കാർത്തൂനെയും കൊണ്ട് അരുൺ പോകുമോ എന്ന് അവൾക്ക് ഭയമുണ്ട്.
ആ ഭയത്തിനൊന്നും അടിസ്ഥാനം ഇല്ലെങ്കിലേ അവര് പോകുന്നിടത്തൊന്നും ഞാൻ കാർത്തൂനും കൂടെ പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചാളായില്ലേ മോനെ, അതുകൊണ്ട് അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല. ആ ഡോക്ടർ വളരെ നല്ല ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തെ പോയി കാണണം. ഒരു ഡോക്ടർ ഒരാളുടെ മാത്രം സ്വത്തല്ലല്ലോ. അയാളെ കൊണ്ട് ഗുണമുണ്ടാവുമെങ്കിൽ ആർക്കും അയാളെ കാണാം. പരമാവധി അങ്കിള് മഞ്ജുവാർത്തിയായിട്ട് സംസാരിക്കണ്ട. അവരാകെ തെറ്റിദ്ധാരണയില്ല. പിന്നെ കൂടെയുള്ള ആളുടെ കാര്യം അറിയാലോ. അനന്തുവേട്ടന് അവരെ പറഞ്ഞ് തിരുത്താൻ പറ്റുന്നില്ല. അവരുടെ ഭാഗത്ത് ശരിയെന്ന് അങ്ങേരെ വിശ്വസിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വഴക്കൊന്ന് അവസാനിപ്പിക്കണമല്ലോ മോനെ. മഞ്ജുവിനേക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പൊ ദേവയും മാളവും കാർത്തൂന്. നേരത്തെ ദേവ മാത്രമേ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ മാളുവിന് കാർത്തൂന്ന് വെച്ച ജീവനാ. അതൊക്കെ മഞ്ജുവിന്റെ സമനില തെറ്റിച്ചിരിക്കുക. ഇപ്പോഴത്തെ രീതികളൊക്കെ കാണുമ്പോ മഞ്ജു അല്ല കാർത്തുവാണ് മാളുവിന്റെ സ്വന്തം ചേച്ചിയെന്ന് തോന്നിപ്പോകും. ഉള്ളത് പറഞ്ഞാ ഇതിനകത്തോട്ട് കയറുന്ന എനിക്ക് ശ്വാസം വിടില്ല. പിന്നെ ശ്വാസം വിടുന്നത് എവിടെ പോകുമ്പോഴാ? അവളെ കാണുമ്പോഴാണോ? ആ മഞ്ജുവിന്റെ അമ്മേ. അവരാണല്ലോ ഇപ്പൊ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അവരും തമ്മിൽ മുൻകാല പരിചയമില്ലാന്ന് നിന്നോട് പറഞ്ഞതാ. എങ്കിലും അവരുടെ പേര് പറയുമ്പോ നിങ്ങളുടെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്. ഞാനുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളെ ചേർത്ത് കഥകൾ ഉണ്ടാക്കുമ്പോ എനിക്ക് നോവും. നാളെ നീ പുറത്തു വെച്ച് ആരെങ്കിലും കണ്ട, ഏതെങ്കിലും പരിചയക്കാരനുമായി സംസാരിച്ച, അവരൊക്കെ നിന്റെ കാമുകനാണെന്ന് പറഞ്ഞാ നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? എനിക്ക് വൃത്തികെട്ട സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിന്റെ സ്വഭാവം നല്ലതാണ്, നിന്റെ മാത്രം വിശ്വാസമാ. ഞാൻ ഈ ലോകത്ത് കണ്ടതിൽ ഏറ്റവും മോശം മനസ്സിനുടമ നീ. ആഹാ, ഇതൊക്കെ പുതിയ വെളിപ്പെടുത്തലാണല്ലോ. ഇനി ഇങ്ങോട്ട് കയറി മാന്തിയ ഇതുപോലുള്ള സംസാരങ്ങൾ ഒരുപാടുണ്ടാവും. നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. ആരാ നിങ്ങൾക്ക് ഈ ധൈര്യം തന്നത്? നീ തന്നെയാ, നിന്റെ സംസാരം തന്നെയാ. ഇനി നിന്നെ താണുവണങ്ങി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. വയസ്സ് 55 ഇനി അധികകാലം ജീവിതമൊന്നുമില്ല എനിക്കും നിനക്കും. ആ സമയം കലഹിച്ച് കളയാനുള്ളതല്ല. അതുകൊണ്ടായിരിക്കും പുതിയ പുതിയ ബന്ധങ്ങൾ തേടി പോകുന്നത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ബന്ധം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവത്തിന്റെ പരാജയ. വൈകല്യമുള്ള മനസ്സിനെ മാറ്റിയെടുക്കണമെങ്കിൽ അതൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടേ കഴിയൂ. അല്ലെങ്കിൽ നീ നിന്റെ അവസാന കാലം വരെ ഇങ്ങനെ ചലമ്പിക്കൊണ്ടിരിക്കും. പറയാൻ പാടില്ലാതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചു നാളായി നിങ്ങളുടെ പിന്നാലെ ഞാൻ വരുന്നില്ല. അതിന്റെ ദോഷങ്ങൾ ഈ കാണുന്നതെന്നൊക്കെ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യ്, നീ എന്നെ ഫോളോ ചെയ്. അങ്ങനെ പിന്തുടർന്ന് വരുമ്പോ ഭർത്താവ് വഴുതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം നമ്മുടെ ബന്ധം. അങ്ങനെ ബന്ധം പിരിഞ്ഞ് ഞാൻ പോകുന്നു നിങ്ങൾ കരുതണ്ട. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. വെറുതെ പേടിപ്പിക്കാതെ. പരിചയമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നു. ഒറ്റയ്ക്കാണോ വന്നത്? ആയിരിക്കും. അവളുമായിട്ട് തെറ്റിക്കാണും. അപ്പൊ പിന്നെ എന്നെ കാണുമെന്ന് തോന്നുമല്ലോ. അതോ ഈ കാണിക്കുന്നതൊക്കെ അഭിനയാണെന്ന് പറയാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കാം. എനിക്ക് അങ്ങനെ ഒരു സ്വീകരണം വേണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എന്നോടൊപ്പം ഒരാളുകൂടിയുണ്ട്. ഇവളെയും കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ കാലെടുത്ത് വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? അപ്പച്ചി പോയ ശേഷം ഈ ജീവനും അപ്പച്ചിയും തമ്മിൽ എന്താ ബന്ധമെന്ന് അയാൾ വെളിപ്പെടുത്തോ മറ്റോ ചെയ്തായിരുന്നോ? പണ്ടെന്നോ പഠിച്ചിരുന്ന കാലത്ത് ഈ മോടെ അമ്മയും അയാളും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നെന്നോ അന്ന് ചെറിയ തോതിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടു. ഞാൻ അടുക്കളയിൽ മറഞ്ഞു നിന്നാ ഇതൊക്കെ കേട്ടത്. അമ്മ അയാള് കൊള്ളരുതാത്തവനാന്ന് വെളിപ്പെടുത്തിയിട്ടും അയാളെ ചേച്ചി സൽക്കരിക്കുക അല്ലേ? ഒന്നും പറയണ്ട മോളെ. മോളുടെ അമ്മയാ ഇപ്പോ മഞ്ജു മോളുടെ ഏറ്റവും വലിയ ശത്രു. അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു കെട്ടിയോനും. ആനന്ദ് സാറിന്റെ കാര്യ പറഞ്ഞത്. ദേ, എല്ലാം കഴിഞ്ഞ ശേഷം ഡോക്ടർക്ക് സദ്യം കൊടുത്താ വിട്ടത്. ഇപ്പൊ അയാളും മഞ്ജുമോളെ ചികിത്സിക്കുന്ന ഒരാളായിട്ടല്ല കാണുന്നത്, സ്വന്തം മോളായിട്ടാ. അങ്ങേർക്ക് മഞ്ജുമോളെ അത്രക്കിഷ്ട. തിരിച്ചു കുഞ്ഞിനും അങ്ങനെ തന്നെയാ. അല്ലെങ്കിലും അമ്മയെ വെറുക്കുന്നവരാണല്ലോ അവരുടെ മിത്രങ്ങൾ.
മോളെ ദയവ് ചെയ്ത് കാർത്തൂനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരില്ലേ മോളെ. കാർത്തു നിന്ന നിൽപ്പിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ മോളുടെ ചേച്ചി. അതെനിക്കറിയാം, അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞതാ. എന്നിട്ട് കാർത്തു ചേച്ചിയാ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാർത്തൂന് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. പോകാൻ പാടില്ലാത്തോടത്തൊക്കെ കയറി ചെല്ലും. മഞ്ജുമോളെക്കാളും വിളഞ്ഞ ഒരെണ്ണം കാർത്തൂന്റെ തറവാട്ടിലുണ്ട്. മാമന്റെ മോള് വിജിത. അവളും ചിരിച്ചോണ്ട് വന്നാ കഴുത്ത് നീട്ടിക്കൊടുക്കും, കഴുത്ത് കണ്ടിച്ചോന്നും പറഞ്ഞോണ്ട്. അതാണ് സ്വഭാവം. ഏതായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞ കാര്യം മോളുടെ ചേച്ചി അറിയണ്ട. അറിയില്ല.